ഹലോ, നിങ്ങളുടെയൊക്കെ ഓണാഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ എൻ്റെ ഓണാഘോഷത്തിനെ പറ്റി പറയാം കേട്ടോ. ഓണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ ഞാനും മാമിക്കുട്ടിയും കൂടി അമ്പലത്തിൽ പോയേ. അപ്പോൾ അതേ മാവേലി ഉണ്ട് അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ മാവേലി പക്ഷേ ഞങ്ങളുടെ റെസിഡൻസിലേക്ക് വരില്ല കേട്ടോ, ഇത് വേറെ റെസിഡൻസിൻ്റെ മാവേലിയാണ്. എന്തായാലും ഞങ്ങൾ അമ്പലത്തിൽ വന്നതുകൊണ്ട് ഈ മാവേലി ഒന്ന് കാണാൻ പറ്റി. മാവേലി എന്തൊക്കെയോ ചന്ദനത്തിരിയും കർപ്പൂരവും അങ്ങനെ എന്തൊക്കെയോ അമ്പലത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്പൂരിൻ്റെ കയ്യിൽ നിന്ന് പുണ്യാഹവും ചന്ദനവും ഒക്കെ വാങ്ങിയിട്ടാണ് പോയത് കേട്ടോ. അമ്പലത്തിൽ പോയി വന്ന് പൂക്കളത്തിൻ്റെ പരിപാടിയിലേക്ക് തുടങ്ങി. പൂക്കളം ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഓണപ്പൊട്ടൻ വന്നത് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക അറിയില്ല, പക്ഷേ നമ്മുടെ നാട്ടിൽ ഓണപ്പൊട്ടൻ എന്നാണ് പറയുക. ഓണപ്പൊട്ടൻ വന്നപ്പോൾ വീട്ടിലെല്ലാവർക്കും അനുഗ്രഹം തന്നു. ആമിക്കുട്ടീൻ്റെ നെറ്റിയിൽ പൊട്ട് തൊട്ട് കണ്ട് അനുഗ്രഹിച്ചു. അതേപോലെ ഞാനും ചെന്നപ്പോൾ എൻ്റെ നെറ്റിയിലും പൊട്ടൊക്കെ വെച്ചെന്ന് അനുഗ്രഹം തന്നു കേട്ടോ. അവളെ ചേർത്ത് പിടിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് നിന്ന് തന്നു കേട്ടോ. പക്ഷേ അവൾക്ക് ആദ്യം പേടിയായിരുന്നു, പിന്നെ അതങ്ങ് ശരിയായി, നല്ല സന്തോഷമായി. ഇതാണ് എൻ്റെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതേ ഞങ്ങളുടെ ഓണസദ്യ. ഞങ്ങൾക്ക് ഓണത്തിനും വിഷുവിനൊക്കെ ഈ എന്തെങ്കിലും മയക്കുക, ഗണപതിക്ക് കൊടുക്കുക, അങ്ങനെ കുറച്ച് ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അന്നേ ദിവസം എല്ലാവരും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കാം. ഈ ഗണപതിക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് അമ്മ ഈ വിളക്കൊക്കെ കത്തിച്ച് വെക്കുന്നത് കേട്ടോ. എന്നിട്ട് അച്ഛൻ്റെ അടുത്തൊരു കുഞ്ഞി ഇലയിൽ അധികം വെച്ചിട്ട് അതിലേക്ക് ഈ മധുരങ്ങൾ എല്ലാ വിഭവങ്ങളും ചേർത്ത് ഉരുട്ടി ഒരു ഉരുള ഗണപതിക്ക് വെക്കും കേട്ടോ. എന്നിട്ട് നമ്മളെല്ലാവരും ചുറ്റിലിരുന്നിട്ട് ഫുഡ് കഴിക്കും. അങ്ങനെയൊക്കെയാണ് സാധാരണ ഈ ഓണം വിഷുവിന് ഞങ്ങൾ ചെയ്യാറ് കേട്ടോ. ഞങ്ങളുടെ ഓണസദ്യ ഇതാണ്, ഞങ്ങളുടെ ഫാമിലി ഇതാണ് കേട്ടോ. ആമിക്കുട്ടി ഇതേ ഫുഡ് കഴിക്കുന്നു. ഞങ്ങളുടെ ഫാമിലിയാണിത്. സകുടുംബം ഞങ്ങൾ ഓണസദ്യ കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ട്, കുറച്ച് വീഡിയോ റീൽസ് എടുക്കൽ, അങ്ങനെ സംഭവങ്ങളൊക്കെ ആയി. എൻ്റെ പേഴ്സണൽ മോഡൽ ആമിക്കുട്ടീൻ്റെ വീഡിയോസ് തന്നെയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. ഇതാണ് എൻ്റെ വീട്. രാത്രിയാണ്, അത്ര ക്ലിയറൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അനിയൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ പൂക്കളത്തിനടുത്ത് റീലെടുക്കാൻ നിൽക്കുമ്പോൾ എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുന്നതിനെ കളിയാക്കുക, നാളെ യൂട്യൂബിൽ കാണാൻ വലിയ വ്ളോഗറാണെന്നൊക്കെ പറഞ്ഞ് വല്ലാണ്ട് കളിയാക്കുന്നുണ്ട്. പിന്നെ വണ്ടി എടുത്ത് എൻ്റെ ട്രീറ്റ് ചോദിക്കുന്നതും അങ്ങനെ കുറേ പരിപാടികളാണ്. ഇതിൽ എത്ര പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഇനി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. അതൊക്കെയാണ് ഓക്കെ, രസമല്ലേ. ഇവരൊക്കെ വീട്ടിൽ വരുന്നതേ രസമാണ്. എപ്പോൾ വന്നാലും ഫുൾ ഫണ്ണാണ്. ഞങ്ങൾ എന്ത് പരിപാടിയും കളറാക്കണമെങ്കിൽ ഇവർ വരണം കേട്ടോ, അത് രസമാണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ വീട്ടിലുള്ള കോമഡി പൂക്കളം. ഇട്ടതാരാ? എൻ്റെ അനിയൻ, അതായത് ഇവൻ. പിന്നെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോയി. ഞങ്ങൾ ചുറ്റുവട്ടത്തായിട്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ. പാപ്പന്മാരുടെ വീടും വല്യച്ഛന്മാരുടെ വീടൊക്കെ ആയിട്ട് ഓരോ ദിവസവും ഓരോ സ്ഥലത്തു നിന്നൊക്കെയാണ് ഫുഡ് കഴിക്കുക ഓണം വിഷുവൊക്കെ. ഇന്ന് ഇവിടെ കേട്ടോ ഗീതേച്ചിയാണ്. ഇത് ഹരിദാസ് പാപ്പൻ്റെയും ഗീതേച്ചിൻ്റെ വീടാണ്. ഞങ്ങളൊരു 7 വീടുള്ളത് കൊണ്ട് 3 നേരം 3 വീട്ടിൽ നിന്നൊക്കെയാണ് സാധാരണ സെലിബ്രേഷൻ. ആമിക്ക് പിന്നെ എവിടെ പോയാലും അവിടുത്തെ പൗഡർ, പൊട്ട്, ഈ സംഭവങ്ങളൊന്നും വെച്ചേക്കുന്ന സ്വഭാവമില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. ഓണം തീർന്നില്ല കേട്ടോ. നെക്സ്റ്റ് ഡേ ഇവിടെയാണ്, വല്യച്ഛൻ്റെ വീടാണ്. പക്ഷെ പറഞ്ഞ് ശീലിച്ചത് പാപ്പൻ്റെ വീടെന്നാണ് കേട്ടോ. ഇതാണ് വല്യച്ഛൻ മാധവൻ. അടുക്കളയിൽ വാചകവും പാചകവും ഒരുപോലെ നടക്കുന്നുണ്ട് കേട്ടോ. നാത്തുമാരാണേ അത് അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. അതിന് കൗണ്ടർ അടിച്ചുകൊണ്ട് പാപ്പിമാരും വല്യമ്മമാരും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും അവിടുന്ന് ഫുഡ് കഴിച്ചു. പാപ്പന്മാരും വല്യച്ഛന്മാരും ഒക്കെയാണ്. പിന്നെ എൻ്റെ കുട്ടി കസിൻസ് ദീപു, ഷാനു, ഷമോള്, അമ്പാടി, ചേച്ചി, ചേച്ചി, പിന്നെ നമ്മളെ കുഞ്ഞുമക്കളൊക്കെ ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ തൽക്കാലം ഞാൻ ഈ വീഡിയോ കൊള്ളിക്കുന്നുള്ളൂ കേട്ടോ. ഇപ്രാവശ്യം നമ്മളെ ഓണം സെലിബ്രേഷൻ അത്ര ഗ്രാൻഡൊന്നുമല്ല. അവിടെ അടുത്തൊരു മരണം സംഭവിച്ചതുകൊണ്ട് എല്ലാവരും ചെറിയ തോതിൽ എല്ലാ വീട്ടിലും നടത്തിയിട്ടില്ല. മരണ വീടിനോട് അടുത്തിട്ടുള്ള ഞങ്ങളുടെ വീട്ടിലൊന്നും വെച്ചിട്ടില്ല. അത് കുറച്ചൊരു അകലമുള്ളതുകൊണ്ട് ഇവിടെ വെച്ച് നടത്തിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബൈ.